നമസ്കാരം. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഞാൻ ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഇന്ന് പറയുന്ന വിഷയം ഈ വർഷത്തെ വിഷു ബമ്പർ ലോട്ടറി അടിക്കാവുന്ന നക്ഷത്രങ്ങളാണ്. ഈ വർഷത്തെ വിഷു ബമ്പർ ലോട്ടറി അടിക്കാവുന്ന നക്ഷത്രങ്ങൾ ഏതെല്ലാമാണ്, ഏത് നക്ഷത്രങ്ങളാണ് ഈ വിഷു ബമ്പർ ലോട്ടറി അടിക്കാൻ സാധ്യത കൂടുതലുള്ള നക്ഷത്രങ്ങൾ എന്ന് നമുക്ക് നോക്കാം. അപ്പോ ഈ ലോട്ടറി എന്ന് പറഞ്ഞ ധനമാണല്ലോ, ഇല്ലേ? ലോട്ടറി അടിച്ചാൽ കിട്ടുന്നത് നമുക്ക് ധനമല്ലേ? അപ്പൊ ധനകാരകനായ വേഴമാണ് നമുക്ക് ധനം തരുന്നത്. വേഴം എന്ന ഗ്രഹം അത് സർവേശ്വര ഗ്രഹമാണ്. അപ്പൊ വേഴം എന്ന ഗ്രഹം, ധനകാരകനായ വേഴം ഇപ്പോൾ മിഥുനൻ രാശിയിൽ വക്രഗതിയിൽ നിൽക്കുന്ന ഒരു സമയമാണ്. വക്രഗതിയിലാണ് ഇപ്പോൾ വേഴം നിൽക്കുന്നത്. അപ്പൊ പലരും ചോദിക്കും, വക്രഗതി എന്ന് പറഞ്ഞാൽ എന്താണ്? വല്ല ദോഷമുള്ള സംഗതി വല്ലതുമാണ്? ഒരു ദോഷമില്ല. വക്രം എന്ന് പറഞ്ഞാൽ അത് ഗ്രഹങ്ങളെ സംബന്ധിച്ച് വക്രത്തിലായാൽ അവർക്ക് ഫലദാന ശേഷി കൂടും എന്ന് പറയും. അതായത് വക്രം എന്ന് പറഞ്ഞാൽ ഒരു നേർഗതിയിലേക്ക് പോയ ഒരു ഗ്രഹം വീണ്ടും പുറകിലേക്ക് പഴയ രാശിയിലേക്ക് തിരിച്ചു വരുന്നതിനെയാണ് വക്രഗതി എന്ന് പറയുന്നത്. അങ്ങനെയാണ് വേഴം കർക്കിടകൻ രാശിയിലേക്ക് പോയ വേഴം മിഥുനൻ രാശിയിലേക്ക് തിരിച്ചു വന്നു. ഇപ്പൊ മിഥുനൻ രാശിയിലാണ് നിൽക്കുന്നത്. ഇനി അവിടുന്ന് മാറണമെന്നുണ്ടെങ്കിൽ കുറച്ച് നാളും കൂടി കഴിയണം. ജൂൺ 2-ാം തീയതിയാണ് വേഴം മിഥുനൻ രാശിയിൽ നിന്ന് പോകുന്നത്. ഇപ്പൊ നിൽക്കുന്നത് മിഥുനൻ രാശിയിലാണ്. അപ്പൊ ഇത്രയും വിശദീകരിച്ച് പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലർക്ക് വേഗം ഇതങ്ങോട്ട് പറഞ്ഞാൽ മതി, ആ നക്ഷത്രം ഒന്നും അങ്ങോട്ട് അറിഞ്ഞാൽ മതി. പക്ഷെ ഈ നക്ഷത്രവും വേഴവും തമ്മിൽ എന്താ ബന്ധം എന്ന് പറയണ്ടേ? ചിലവര് ഇത് പറഞ്ഞില്ലെങ്കിൽ ചോദിക്കും, എന്ത് ബന്ധം വെച്ചാണ് താൻ ഇതൊക്കെ പറയണേന്ന് ചോദിക്കും, ഇല്ലേ? അപ്പൊ അതുകൊണ്ടാണ് വിശദീകരിച്ച് കാര്യങ്ങൾ പറയുന്നത്. ഈ ധനകാരകനായ വേഴവും ഞാൻ ഈ പറയുന്ന നക്ഷത്രങ്ങളും തമ്മിൽ എന്ത് ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ പറയുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കണം. മനസ്സിലായോ? അതുകൊണ്ടാണ്. പിന്നെ എന്റെ ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടു ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും നിങ്ങൾ തയ്യാറാകണമെന്ന് ഒരു വിനീതമായ ഒരു അഭ്യർത്ഥന ഈ സമയത്ത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. എനിക്കത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്. അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. അപ്പൊ ഇനി പറയുന്ന നക്ഷത്രങ്ങൾക്കാണ് വേഴവുമായി നല്ല ബന്ധം വരുന്നത്. അപ്പൊ വേഴവുമായി നല്ല ബന്ധം വരുന്നതിനാൽ ഞാൻ ഇനി പറയുന്ന നക്ഷത്രങ്ങൾക്ക് വിഷു ബമ്പർ അടിക്കാൻ സാധ്യത കൂടുതലാണ്. ആ നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്നാണ് ഇനി നോക്കുന്നത്. ഒന്ന്, എടവൻ രാശിയിൽ നിൽക്കുന്ന നക്ഷത്രങ്ങൾ. എടവൻ രാശിയിൽ നിൽക്കുന്ന നക്ഷത്രങ്ങളൊക്കെ ഏതാണ്? കാർത്തിക മുക്കാൽ, രോഹിണി, മകീരം, മര. ഇവരുടെ 2ലാണ് വേഴം ഇപ്പൊ നിൽക്കുന്നത്. അതായത് മിഥുനൻ രാശിയിൽ വേഴത്തിന്റെ 2ാമത്തെ രാശി ഇടവൻ രാശിയുടെ 2ാമത്തെ രാശിയാണ് മിഥുനൻ രാശി. ഈ 2 എന്ന് പറഞ്ഞാൽ എന്താണ്? ധനസ്ഥാനവും. ജ്യോതിഷത്തിലെ 2ാം ഭാവം എന്ന് പറഞ്ഞാൽ ധനവും. ധനസ്ഥാനത്താണ് ധനകാരകനായ വേഴം നിൽക്കുന്നത്. അതാണ് ഇവര് തമ്മിലുള്ള ബന്ധം. ഈ നക്ഷത്രങ്ങളും വേഴവും തമ്മിലുള്ള ബന്ധം ഇതാണ്. അപ്പം ഈ എടവൻ രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ കാർത്തിക മുക്കാൽ, രോഹിണി, മകീരം, മര, ഇവരുടെ 2ാം സ്ഥാനത്ത് ധനസ്ഥാനത്ത് വേഴം നിൽക്കുന്നതിനാൽ ഇവർക്ക് ബമ്പർ ലോട്ടറി അടിക്കാൻ പറ്റുന്ന ഒരു സമയമാണ്. മനസ്സിലായോ? ബന്ധം എന്താണെന്ന് മനസ്സിലായോ? അതാണ് ഞാൻ ഈ പറയുന്നത്. ഇനി ഇത് കൂടാതെ വേറെ നക്ഷത്രങ്ങളുണ്ട്. ഇനി തുലാൻ രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ. ഈ തുലാൻ രാശിയിലെ നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ്? ചിത്തിര, അര, ചോതി, വിശാഖം, മുക്കാലി. ചിത്തിര, അര, ചോതി, വിശാഖം, മുക്കാലി. ഈ നക്ഷത്രങ്ങൾ തുലാൻ രാശിയിൽ വരുന്ന നക്ഷത്രങ്ങളാണ്. ഇവരുടെ 9ൽ ഭാഗ്യസ്ഥാനത്താണ് വേഴം വരുന്നത്, വേഴം നിൽക്കുന്നത്.
9 എന്ന് പറഞ്ഞാൽ ജ്യോതിഷപ്രകാരം ഭാഗ്യസ്ഥാനമാണ്. അപ്പൊ ഭാഗ്യസ്ഥാനത്ത് ഈ നക്ഷത്രക്കാരുടെ ഭാഗ്യസ്ഥാനത്ത് ധനകാരകനായ വേഴം നിൽക്കണേന്ന് ഇല്ലേ? അങ്ങനൊരു ബന്ധം നല്ലതല്ലേ? ഈ നക്ഷത്രങ്ങൾക്ക് വേഴവുമായിട്ട് 9ാം ഭാവമായിട്ടുള്ള ബന്ധമുണ്ട്. അതായത് 9ാം ഭാവം ഭാഗ്യം എന്ന് പറയും, 9ാം ഭാവത്തെ ജ്യോതിഷത്തില്. അപ്പോ അതും ഈ 9ാം ഭാവം എന്ന് പറഞ്ഞാൽ നിൽക്കുന്ന വേഴം ധനകാരകനാണ്. അപ്പൊ ധനകാരകനായ വേഴം 9ൽ നിൽക്കുന്നത് ഇവരുടെ ഭാഗ്യസ്ഥാനത്താണ്. ഇവർക്ക് ലോട്ടറി അടിക്കാം, ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകാം. ഈ തുലാം രാശിയിൽ വരുന്ന ചിത്തിരാര, ചോതി, വിശാഖം, മുക്കാലി ഈ നക്ഷത്രങ്ങൾ. അപ്പൊ അതേപോലെ തന്നെ വേറെ 3 നക്ഷത്രങ്ങളുണ്ട്. ഈ 9 നക്ഷത്രങ്ങൾക്കാണ് കൂടുതൽ സാധ്യത. ഇനി വരുന്നത് ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രവും. ഇവരുടെ വരവിന്റെ സ്ഥാനത്താണ് വേഴം നിൽക്കുന്നത്. അപ്പൊ ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഏതാണ്? മകം, പൂരം, ഉത്രം, കാലി. മകം, പൂരം, ഉത്രം, കാലി ഈ നക്ഷത്രങ്ങൾക്ക് അവരുടെ 11ാം ഭാവത്തിലാണ് വേഴം നിൽക്കുന്നത്. മനസ്സിലായ? വേഴം ഞാൻ പറഞ്ഞില്ലേ ധനകാരകനാണ്. അപ്പൊ ധനകാരകനായ വേഴം 11 പറഞ്ഞാൽ എന്താണ്? വരവിന്റെ സ്ഥാനമാണ്. വരവ് നമുക്ക് ജ്യോതിഷപ്രകാരം ചെലവിന്റെ സ്ഥാനമുണ്ട്, വരവിന്റെ സ്ഥാനമുണ്ട്. അപ്പൊ വരവിന്റെ സ്ഥാനമാണ് 11. അപ്പൊ 11ാം ഭാവത്തിലാണ് ഈ നക്ഷത്രങ്ങളുടെ 11ാം ഭാവത്തിലാണ് വേഴം നിൽക്കുന്നത്. അപ്പൊ വരവിന്റെ സ്ഥാനമില്ലേ? അപ്പൊ വരവിന്റെ സ്ഥാനം, വരവ് എന്താണ്? ധനവും ധനത്തിന്റെ വരവാണ് വേഴത്തിനെ കൊണ്ട് നമുക്ക് കിട്ടാൻ പോകുന്നു. അപ്പോൾ വരവിന്റെ സ്ഥാനത്ത് വേഴം നിൽക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞ മകം, പൂരം, ഉത്രം, കാലി ഈ നക്ഷത്രങ്ങൾക്ക് ലോട്ടറി അടിക്കാവുന്ന ഒരു സമയമാണ്. ഇതൊരു സാമാന്യമായ ഒരു ഇതാണ് ഞാൻ ഈ പറയുന്നത്. കാരണം ഗോചരപരമായിട്ട് ഓരോ നക്ഷത്രക്കാർക്കും കിട്ടാവുന്ന ചില സാമാന്യ ഫലങ്ങളാണ് ഞാനിവിടെ പറയുന്നത്. ഇനി നിങ്ങൾക്ക് ഇതുമായിട്ട് എന്തെങ്കിലും വേറെ വിധത്തിൽ ബന്ധങ്ങൾ ഉണ്ടെങ്കിൽ, ബന്ധങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്കിപ്പോൾ ജാതകത്തിൽ നല്ല ദശാകാലവും നല്ല അപഹാരകാലവും ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ അനുഭവം നിങ്ങൾക്ക് കൂടുതലുണ്ടാവും. ഞാൻ ഈ പറഞ്ഞ ഈ സാമാന്യ ഫലം നിങ്ങൾക്ക് കൂടുതൽ കിട്ടാൻ സാധ്യത കൂടുതലാണ്. മനസ്സിലായി? അപ്പോ ഈ ഓരോരുത്തർക്കും അവരുടെ ഗ്രഹനിലയും കൂടി നോക്കിയിട്ട് വേണം ഇതിനെ ഒന്ന് വിലയിരുത്താൻ. ഇതൊരു സാമാന്യമായ കാര്യമാണ് ഞാനിതിവിടെ പറഞ്ഞത്. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം കിട്ടട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വിഷയം ഇവിടെ നിർത്തുന്നു. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം. എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.